വിവിധ വിഷയങ്ങളെ സംവാദാത്മകമായി പരിശോധിക്കുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് എടുക്കുന്ന വിഷയം, ആദ്യം പോകുന്ന വിഷയം, ഇന്നലെ 7:40 കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിഷയത്തിൽ സാങ്കേതികമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. വീണ ജോർജ് അവിടെ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി, ഒപ്പം യോഗങ്ങൾ ചേർന്നു. അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളാണ് തലത്തിലുള്ള അന്വേഷണമാണ്. ഒന്ന് സാങ്കേതിക തലത്തിലും ഒന്ന് മെഡിക്കൽ തലത്തിലുമുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. സാങ്കേതിക തലത്തിലുള്ള പരിശോധന നടന്നാൽ മാത്രമേ കൃത്യമായ കാര്യങ്ങൾ പറയാൻ സാധിക്കൂ എന്ന് മന്ത്രി അറിയിച്ചു. 2 കേസുകളിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തുമെന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. മരണങ്ങൾ സംബന്ധിച്ച് മെഡിക്കൽ സംഘം അന്വേഷിക്കും, പക്ഷേ മരണം പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട അല്ല എന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണത്തെ സംബന്ധിച്ച് കൃത്യമായി പറയാൻ സാധിക്കൂ എന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം. മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുകയാണ്. PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ്. ഈ സംഭവമുണ്ടായ MRI മെഷീൻ്റെ UPS റൂമിൽ ഉൾപ്പെടെ ഫോറൻസിക് ടീം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഇതുകൂടാതെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസുകളാണ്. ഒന്ന് അസ്വാഭാവിക മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുണ്ട്. 2 ഈ ഒരു തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടെ ആ സമയത്ത് ഉണ്ടായ മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 5 മരണങ്ങളാണ് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ലതീഷ്, അപ്പോൾ 2 തലങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞ കൂടുതൽ കാര്യങ്ങളിലെ വിശദാംശങ്ങൾ? ഇന്ന് മന്ത്രി നേരിട്ടെത്തി സന്ദർശനം നടത്തി, ഏതൊക്കെ യോഗങ്ങളിലാണ് പങ്കെടുത്തത്, മറ്റു വിവരങ്ങൾ കൂടി? ജിംഷാദ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ കോഴിക്കോട് എത്തുകയും മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. ആദ്യഘട്ടത്തിൽ ചർച്ചകൾ നടത്തി. എന്താണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് അവർ ചർച്ചകൾ നടത്തി. പുക ഉയർന്നതും അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായതും അവിടെ ഉൾപ്പെടെ അവർ സന്ദർശിച്ചു. അതിനുശേഷമാണ് വിദഗ്ധർ ഉൾപ്പെടുന്ന യോഗം ചേർന്നത്. അതിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം പങ്കെടുത്തിരുന്നു. അതിൽ ആണ് വിശദമായ ചർച്ച നടന്നത്. അതിൽ പ്രധാനമായും അവർ പറഞ്ഞത് 2 തലത്തിലുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ഒപ്പം സാങ്കേതികമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായും മന്ത്രി PM മുഹമ്മദ് റിയാസ് കൂടി അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്, കോഴിക്കോട് നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ കൂടി. അപ്പോൾ സ്വാഭാവികമായും മന്ത്രി ഇതിൻ്റെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചേക്കാം. തീർച്ചയായും മാധ്യമങ്ങളെ കാണുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. ലതീഷ്, അത്തരം വിവരങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. തത്സമയം SK സജീഷ് അടക്കമുള്ള CPM നേതാക്കൾ കൂടെയുണ്ട്. മുഹമ്മദ് റിയാസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുക പടർന്ന അപകടവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയായും ജില്ലാ കലക്ടറുമായും ആശുപത്രിയുടെ അധികാരികളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് എത്തി അതിൻ്റെ ഭാഗമായി മീറ്റിംഗ് നടത്തി നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. അതിനുശേഷം ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു, കലക്ടറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ നിശ്ചയിച്ച കാര്യങ്ങൾ, ചില ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, ഇതൊക്കെ തന്നെ വന്ന ഉടനെ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങും. ഇതാണ് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ചികിത്സയ്ക്ക് ഒരു പണം വേണമെന്ന്. അതെ, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്തിരുന്നു. ആരോഗ്യമന്ത്രി നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചിരുന്നു. അത് ഇടപെടുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എങ്ങനെ ഇടപെടാമെന്നുള്ളത് പരിശോധിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ പ്രതിപക്ഷ MLA ഉന്നയിച്ച ഒരു ആരോപണമുണ്ടല്ലോ, അതിനെക്കുറിച്ച് അല്ല, ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ കാര്യങ്ങൾ, വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ട്. ഇന്നലെ ഇങ്ങനെ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു.
രോഗികളെ പല ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ ചികിത്സ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നു. അല്ല, അത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഹെൽത്ത് മിനിസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ അതിന് മറുപടി. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അതെ, അത് വേഗത്തിലാക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ഒരു സമയം പോലും പാഴാകാതെ അത്തരം കാര്യങ്ങൾ നീക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ അതോറിറ്റി എല്ലാവരെയും ആരോഗ്യമന്ത്രി മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും ഫോണിൽ ഒരുവിധം എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നിശ്ചയിക്കപ്പെട്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാനാകും എന്നാണ് കരുതുന്നത്. ഇന്നത്തെ നിർണായകമായ യോഗത്തിൽ MPയെ വിളിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. MK രാഘവൻ MPയെ വിളിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം അറിയില്ല, ഞാൻ അന്വേഷിച്ച് നോക്കാം എന്തായാലും. നേരത്തെ ഇലക്ട്രിക്കലിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 3 ദിവസമായിട്ട് CT സ്കാൻ വിഭാഗത്തിൽ AC പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് പരിഹരിച്ചില്ലായിരുന്നു. അല്ല, അതൊക്കെ തന്നെ ഇപ്പോൾ പറഞ്ഞ അന്വേഷണത്തിലൊക്കെ പരിശോധിക്കുക, എല്ലാം പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു പോരായ്മയോട് സന്ധി ചെയ്യുന്നൊരു നിലപാടുണ്ടാവില്ല. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത്. പോരായ്മയോട് ഒരുതരം സന്ധി ചെയ്യുന്ന നിലപാടുണ്ടാവില്ല. അതിപ്പോൾ അദ്ദേഹം കേരള ജനത ഒന്നാകെ തന്നെ പറയാം ഉന്നയിച്ച വിഷയത്തിനല്ല മറുപടി പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു മന്ത്രി എന്നുള്ള നിലയിലല്ല അവിടെ പറഞ്ഞത്, ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഏതൊരാൾക്കും തോന്നുന്ന കാര്യമാണ് പറഞ്ഞത്. സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കയറി സ്റ്റേജിൽ ഇരുത്തണം എന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല. അതിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി, പോർട്ട് മന്ത്രി, അതുപോലെ ഫിഷറീസ് മന്ത്രി, ആ ജില്ലയിലുള്ള മന്ത്രിമാർ ഇവരൊക്കെ ഇരിക്കണം. ബാക്കിയുള്ളവർ സദസ്സിലിരിക്കണം. നേരത്തെ തന്നെ നിശ്ചയിച്ചാണ്. അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല. അതുമായി ബന്ധപ്പെട്ട പരാതിയല്ല ഉന്നയിച്ചത്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ ഇരിക്കുന്നത് ശരിയാണോ? അത് വളരെ ഏതൊരു വ്യക്തിയും BJP ഉള്ളവരും ചിന്തിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നയിച്ചത്, പറഞ്ഞത്. പിന്നെ അദ്ദേഹം നേരത്തെ വന്ന് അവിടെ കാട്ടിക്കൂട്ടിയ ചില രീതികൾ അത് പൊതുവേ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷെ അതിനോട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണം അപക്വമായി പോയി. ഒരു വ്യക്തി ആക്ഷേപത്തിലേക്കാണ് അദ്ദേഹം പോയത്. പറഞ്ഞ് ചികിത്സ അല്ലേ, അങ്ങനെ എന്തല്ലോ പറഞ്ഞു, ചികിത്സ നടത്താൻ ഡോക്ടറെ കാണിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ എത്ര ശത്രുതയുള്ള ഒരാളോട് പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ? കാരണം മാനസിക രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമാണ് എന്ന് ആക്ഷേപിക്കുന്ന നിലയിൽ എത്ര ശത്രുത ഉണ്ടെങ്കിലും നമ്മൾ പരസ്യമായി പറയാൻ വേണ്ടി പാടുണ്ടോ? നമുക്കങ്ങനെ പറയാൻ തോന്നുന്നു. എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം, നിങ്ങൾക്കും പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ ആരെയാണ് ഡോക്ടറെ അടുത്ത് പറഞ്ഞയക്കേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം നടത്തിയ ചില പ്രസംഗങ്ങളും ചില ഇടപെടലുകളും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ആരെയാണ് ഡോക്ടറെ അടുത്ത് പറഞ്ഞയക്കേണ്ടതെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് ബന്ധമുണ്ട്, കേന്ദ്ര മന്ത്രിസഭയിലെ ഓരോ അംഗങ്ങളായിട്ട് ബന്ധമുണ്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അങ്ങനെ ദേശീയ തലത്തിൽ വലിയ ബന്ധമുള്ളതാണ്. ദേശീയ തലത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഡോക്ടർമാരുടെ ഒരു പാനലിനെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതും ഞാനിപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലൊക്കെ വെച്ചുകൊണ്ട് ആർക്കാണ് ഡോക്ടറുടെ ചികിത്സയുടെ ആവശ്യമെന്ന് വേണമെങ്കിൽ ഒരു പരിശോധന അദ്ദേഹത്തിന് നടത്താം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം നമുക്ക് എത്ര നമ്മൾ ആക്ഷേപിക്കുന്ന ആളെയും നമ്മൾ അദ്ദേഹം പറയുന്നത് പോലെ എന്തോ കുഴപ്പമുണ്ട് ഡോക്ടറെ അടുത്ത് വിടണം അങ്ങനെയൊന്നും പറയാൻ അപക്വമായ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരല്ല ഞങ്ങൾ. അതിൻ്റെ ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അജയനായാലും സജീഷായാലും ഞങ്ങളൊക്കെ തന്നെ താഴെത്തട്ടിൽ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നവരാണ്. ഇപ്പോൾ ദാമോദരേട്ടൻ അവിടെ ഉണ്ട്, ഇപ്പുറത്തുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെ വരുന്നവരാണ്. അങ്ങനെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവർ വരുന്നത്, അങ്ങനെയാണ് വരുന്നത്. അദ്ദേഹം അങ്ങനെ വരാത്തതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മുണ്ട് എടുക്കാനും അറിയാം, മുണ്ട് മടക്കുത്തുത്താനും അറിയാം, മലയാളം പറയാനും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. നമ്മൾ ഈ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാ പ്രവർത്തനവും ഉണ്ട്, എല്ലാ നിലയിലും ഇടപെടും. രാഷ്ട്രീയ പ്രവർത്തനം താഴെത്തട്ടിൽ നടത്തുമ്പോൾ മതിൽ ചുരണ്ടണം, മതിൽ വെള്ളമൊലിക്കും, മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ആശയത്തിൻ്റെ ഭാഗമായി മതിൽ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം, പോസ്റ്റർ ഒട്ടിക്കണം. ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്തിട്ടാണല്ലോ ഇതിൽ വരുന്നത്. അദ്ദേഹം 1 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും എനിക്കും മതിൽ വെള്ളമൊലിക്കാനും അറിയാം, മതിൽ ചുരണ്ടാനും അറിയാം, പോസ്റ്റർ ഒട്ടിക്കാനും അറിയാം എന്നൊക്കെ ചിലപ്പോൾ അടുത്ത 1 മാസം കഴിഞ്ഞ പ്രസംഗം അതായിരിക്കാം.
അതിന് ഒരു പ്രൊഫഷണൽ കോഴ്സിനെറ്റോ ചിലപ്പോൾ പോകുന്നുണ്ടോ, അതെങ്ങനെയാണ് മതിൽ ചുരണ്ടുക, എങ്ങനെയാണ് മതിൽ വെള്ളമടിക്കുക, എങ്ങനെയാണ് പോസ്റ്റർ ഒട്ടിക്കുക. അപ്പോൾ ഇതൊക്കെ പ്രൊഫഷണൽ ക്ലാസ്സിൽ നിന്നും ആർജിച്ച് പറയുന്നവരല്ല സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ. BJP-യിലും അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും താഴെത്തട്ട് പ്രവർത്തിച്ച് വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിലൂടെ ആർജിച്ചെടുക്കുന്ന ചില നമ്മുടെ കാര്യങ്ങളുണ്ട്, അതിലൂടെ നമ്മുടെ നിലപാടും പുറത്തു വരും. അപ്പോൾ അങ്ങനെ നിലപാട് വരുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുക. രാഷ്ട്രീയം പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട്, ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അറിയാത്തവരല്ലല്ലോ നമ്മളാരും, അങ്ങനെ പറയാൻ തയ്യാറല്ല. അങ്ങനെ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്നത്. ഉയർത്തിയ വിഷയം പ്രസക്തമാണ്, ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്, രാഷ്ട്രീയ അപക്വമായ സമീപനമാണ്, രാഷ്ട്രീയ അല്പത്തരാണ്. ഇതാണ് ഉയർത്തിയ വിഷയം. ആ വിഷയത്തിൽ ബന്ധപ്പെട്ട് ഡിബേറ്റ് ആവാം. ഞാൻ അതല്ല, മലയാളം അറിയാനും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്ത് തെറി പറഞ്ഞാലും തിരിച്ച് തെറി പറയാനില്ല. തിരിച്ച് ഞങ്ങൾ രാഷ്ട്രീയം പറയും, മാന്യമായിട്ട് പറയും, അത് ഇനി ഉയർത്തും, അത്രേ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, നമുക്കൊരു കമ്പനി, ബിസിനസ്സിലൊരു കമ്പനിയിൽ കയറാം, കമ്പനി വിലക്ക് വാങ്ങാം, ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ കയറിപ്പറ്റാം, വേണമെങ്കിൽ ആ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ തന്നെ വാങ്ങാം. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വാങ്ങുക അത്ര എളുപ്പമല്ല. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വിലക്ക് വാങ്ങുക അത്ര എളുപ്പമല്ല. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഓക്കെ. വിഷയത്തിൽ കോഴിക്കോട് അപകടവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർശനത്തിനിടയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വേളയിൽ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാട്, മറുപടിയെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്. രാജീവ് ചന്ദ്രശേഖരനെ ഇന്നലെ വിമർശിച്ചു. ആ വിമർശിച്ചതിനുള്ള മറുപടി ഒന്നും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മലയാളം അറിയാം, മലയാളത്തിൽ തെറി വിളിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിരിക്കാം, പക്ഷേ അത്തരത്തിൽ തിരിച്ച് തെറി പറയുകയില്ല. തങ്ങൾ പറയുന്നത് രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രമാണ് എന്ന വളരെ പക്വമായ മാതൃകാപരമായ നിലപാടാണ് PM മുഹമ്മദ് റിയാസ് ആ വിഷയത്തിലെടുത്തത്. ഇനി നമുക്ക് വീണ്ടും കോഴിക്കോട് അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെ എത്താം. അതായത് ഇപ്പോൾ മന്ത്രിമാരൊക്കെ അവിടെ സന്ദർശിച്ചു. AK ശശീന്ദ്രൻ, മന്ത്രി വീണ ജോർജ്, ഇപ്പോൾ PM മുഹമ്മദ് റിയാസ് ഒക്കെ സന്ദർശിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് അവിടെ സന്ദർശിച്ച ശേഷം പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. 2 തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. ഒരു തരത്തിലുമുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് ഒരു കോംപ്രമൈസും ഇല്ല, കൃത്യമായ നടപടികളുണ്ടാകും. ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി രൂപപ്പെടുന്നതെന്നൊക്കെ മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 2 തലത്തിലുള്ള അന്വേഷണമാണ്, ദ്വിതല അന്വേഷണം, സാങ്കേതികമായ അന്വേഷണം, ഒപ്പം എന്താണ് മെഡിക്കൽ തലത്തിലുമുള്ള അന്വേഷണം. ഇതാണ്. ചേതൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ചേതനും ലതീഷും ചേരുന്നുണ്ട്. ആദ്യം ചേതനിലേക്ക് പോയാൽ, ചേതൻ, ഇപ്പോൾ PM മുഹമ്മദ് റിയാസും ഇന്ന് സന്ദർശിച്ചു. ഇന്ന് ഇതുവരെ അവിടെ UPS അടക്കമുള്ള കാര്യങ്ങളിൽ കത്തി നശിച്ചവയൊക്കെ മാറ്റി, മാത്രമല്ല കാഷ്വാലിറ്റി പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നു. ഇന്ന് രാവിലെ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം, അതിനുശേഷം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം, ഈ സമഗ്ര വിവരങ്ങളിലേക്കൊന്ന് പോയാൽ. അതിനൊക്കെ മുമ്പായി നമ്മൾ എടുത്തു കാണിക്കേണ്ട, അതായത് മറ്റു മാധ്യമങ്ങളൊന്നും എടുത്തു കാണിക്കാത്ത ഒരു കാര്യം നമ്മളിപ്പോൾ പറയുകയാണ്. ഇന്നലെ ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ രാവും പകലും ഇല്ലാതെ തന്നെ ഉറക്കമൊഴിച്ച് ഈ കാഷ്വാലിറ്റി അതിന് പഴയ കാഷ്വാലിറ്റി പുനരുജ്ജീവിക്കാൻ വേണ്ടി ഇവിടെ ഓടി നടന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. DYFIയുടെ യൂത്ത് ബ്രിഗേഡിലെ ചെറുപ്പക്കാരാണ്. മറ്റു പല ചാനലുകൾ ആ സാധനം കൂടി മറ്റ് ചാനലുകളൊക്കെ പൂർണ്ണമായും തമസ്കരിച്ച ഒരു കാര്യമാണിത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയേണ്ടത്, ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്നലെ ഈ അപകടം ഉണ്ടായപ്പോൾ വളരെ പാഞ്ഞെത്തുകയും വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ സഹായിക്കാൻ നിങ്ങൾ മുൻകൈയിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിവിടെ ചെയ്തത്? ഇന്നലെ മുതൽ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ കേഷ്വാലിറ്റി, ഇപ്പോൾ പുതിയ കേഷ്വാലിറ്റിയിൽ ഇന്നലെ അപകടം ഉണ്ടായതിനു ശേഷം താൽക്കാലികമായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന കേഷ്വാലിറ്റിയിലേക്ക് വേണ്ട സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം, അതിന് DYFI യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരുടെ സേവനം ആവശ്യമാണ് എന്നറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ DYFIയുടെ 100ഓളം വരുന്ന വളണ്ടിയർമാർ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുകയാണ്. ഇപ്പം ആശുപത്രി ഉപകരണങ്ങൾ അവിടേക്ക് കയറ്റി വെക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്. മറ്റ് കാര്യങ്ങൾ ഫുൾ ഇന്നലെ ഉറക്കമില്ലാതെ നിങ്ങൾ മുഴുവൻ ഈ സമയം വരെ നിങ്ങൾ ചെയ്യുമായിരുന്നല്ലേ? അതെ, ഇന്നലെ ഈ സംഭവം ഉണ്ടായ ആ സമയം മുതൽ ഞങ്ങളെല്ലാവരും കോഴിക്കോട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന DYFI യൂത്ത് ബ്രിഗേഡുകൾ മുഴുവൻ ആളുകളും ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ഈ സമയം വരെ ഈ പ്രവർത്തനത്തിൽ തന്നെയാണ്. എന്തായാലും ഇന്ന് ഈ പ്രവർത്തനം അവസാനിക്കുന്നത് വരെ, ഇനി നാളെ വേണ്ടി വന്നാൽ നാളെയും ഇതിന് സന്നദ്ധരായി
ഈ കോഴിക്കോട് നഗരത്തിനകത്തെ പ്രദേശത്തെ DYFI പ്രവർത്തകർ ഇതിന് തയ്യാറാവും എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരത്തെ ഇപ്പോൾ ഇന്നലെ ഒരു അപകടം ഉണ്ടായിട്ടുള്ള ഈ കേഷ്വാലിറ്റി ഇവിടെ തുടങ്ങുന്ന ഘട്ടത്തിലും ഇതുപോലെ തന്നെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഈ കേഷ്വാലിറ്റി സാധനങ്ങൾ സംവിധാനം ഒരുക്കുന്നതിലും DYFI യൂത്ത് ബ്രിഗേഡ് നല്ല നിലയിൽ ആ സാഹചര്യത്തിലും സഹായിച്ചിരുന്നു. അത് തന്നെയാണ് അജിംഷാദ് പറയാനുള്ളത്. ഇന്നലെ ഈ അപകടം ഉണ്ടായതിന് ശേഷം രാപ്പകലില്ലാതെ അവർ ഓടി നടക്കുകയായിരുന്നു. പിന്നെ അജിംഷാദ് പറഞ്ഞ കാര്യത്തിലേക്ക് വന്നാൽ അല്പസമയം മുമ്പാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ അപകടം ഉണ്ടായതിന് ശേഷം വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഈ ഇവിടുന്ന് ആരോഗ്യ വകുപ്പെന്ന്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഡോക്ടർമാരുടെ സംഘം, അതുപോലെ തന്നെ മറ്റ് പോലീസ് സംഘം ഇവിടെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് പാഞ്ഞെത്തുകയായിരുന്നു. എല്ലാവിധ പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ അപായങ്ങളൊന്നും ഇടാതെ തീർച്ചയായും ഞാൻ ലതീഷിലേക്ക് കൂടി ഒന്ന് പോയതിനു ശേഷം ഞാൻ ചേതനിലേക്ക് തിരികെ എത്താം. ലതീഷ്, ഇന്നിപ്പോൾ മന്ത്രി സന്ദർശിച്ച് പറഞ്ഞ കാര്യങ്ങൾ 2 തലത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ചാണ്. അതായത് ഒന്ന് സാങ്കേതിക തലത്തിലുള്ള അന്വേഷണം, മറ്റൊന്ന് മെഡിക്കൽ തലത്തിലുള്ള അന്വേഷണം. അപ്പോൾ ഈ 2 അന്വേഷണങ്ങളിലും സമാന്തരമായി തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഈ സാങ്കേതിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം, പിന്നീട് ഫോറൻസിക് പരിശോധനകൾ, ഇതൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ തീ പടർന്ന UPS അത് 2026 വരെ കാലാവധിയുണ്ട്. അതിന് 6 മാസത്തിലൊരിക്കൽ അത് സർവീസ് ചെയ്തിരുന്നു. ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് പ്രാഥമികമായ ഘട്ടത്തിൽ വരുന്നത്. മറ്റൊന്ന്, പുക ശ്വസിച്ചല്ല ഇവർ മരിച്ചത്. 4 പേരുടെ മരണം സംബന്ധിച്ച് പുക ശ്വസിച്ചല്ല, അവർ അതിനു മുമ്പേ മരണപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട്, കാരണം വളരെ സീരിയസ് ആയി അവിടേക്ക് എത്തിയതാണ്. സ്വാഭാവികമാണ്, കാഷ്വാലിറ്റിയും വെന്റിലേറ്ററിലും ഒക്കെ കിടക്കുന്നവരാണ്. അപ്പോൾ അവർ പുക ശ്വസിച്ചല്ല മരിച്ചത് എന്ന പ്രാഥമിക വിവരമുണ്ട്. പക്ഷേ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ആധികാരികമായി സ്ഥിരീകരിക്കാനാകൂ. എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഘട്ടം നിൽക്കുന്നത്. ലതീഷ്, അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്. കാരണം അന്വേഷണങ്ങൾ നടക്കുന്നു, ഇരുതല അന്വേഷണം നടക്കുന്നുണ്ട്, പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, ഒപ്പം സാങ്കേതിക അന്വേഷണം നടക്കുന്നുണ്ട്. അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിഭാഗത്തിൽ നിന്നുള്ള പരിശോധനയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. കാരണം മറ്റെവിടെയും തീ പിടിച്ചതായോ പുക പടർന്നതായോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ UPSന്റെ റൂമിൽ തന്നെയാണ് ഈ അപകടം നടന്നത്. UPS റൂമിൽ നിന്ന് ചെറിയ പൊട്ടിത്തെറിയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും എടുത്തു മാറ്റിയ ബാറ്ററികളും UPSന്റെ ഭാഗങ്ങളും എല്ലാം കത്തിക്കരിഞ്ഞ നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ബാറ്ററി പൊട്ടിത്തെറിക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ, ഓവർലോഡ് ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സാങ്കേതിക പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അത്തരം പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. 2 മരണങ്ങളിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ട് പോലീസും ആ നിലയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ സ്വാഭാവികമായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനവുമാവും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇവരുടെ മരണത്തിന് യഥാർത്ഥ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് മനസ്സിലാവുകയുള്ളൂ. ഡോക്ടർമാരുമായി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, പുക ശ്വസിച്ചുള്ള മരണമാണെങ്കിൽ സ്വാഭാവികമായും ഈ ശ്വാസനാളത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ പരിശോധനയിൽ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത വരും. ഒരു തരത്തിലുള്ള സംശയത്തിന് ഇടവരുത്താൻ തന്നെയാണ് മെഡിക്കൽ പോസ്റ്റ്മോർട്ടം മുഴുവൻ മരണവും 4 മരണവും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള തീരുമാനമെടുത്തത്. ആ നിലയിലാണ് അത് പുരോഗമിക്കുന്നത്. വൈകിട്ടോടുകൂടി ഒരു പക്ഷേ ഇന്ന് പ്രാഥമികമായ വിവരങ്ങൾ വന്നേക്കാം. എന്നാലും ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ വരേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അത് വൈകാൻ തന്നെയാണ് സാധ്യത. എന്നാലും ലതീഷ്, ഈ അപകടത്തിൽപ്പെട്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചവരെ ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ സ്വകാര്യ ആശുപത്രികൾ പണം ആവശ്യപ്പെടുന്നതായി രോഗികളുടെ ബന്ധുക്കൾ പറഞ്ഞു. ഒരു സ്വകാര്യ ആശുപത്രി പണം മുൻകൂർ ആവശ്യപ്പെട്ടെന്ന് രോഗികളുടെ ബന്ധുവായ മൊയ്തീൻ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതിന് ശേഷം ഞാൻ ലതീഷിലേക്ക് തിരിച്ചെത്താം. മൊയ്തീൻ്റെ വാക്കുകൾ. അതല്ല, ഞാനിവിടെ ഒരു വൈകിട്ട് ഒരു 7 ആയപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തിയിരുന്നു. അപ്പോൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ 4 ആളുകളുണ്ട്. എൻ്റെ പെങ്ങളെ മകൻ്റെ ഭാര്യയും 2 കുട്ടികളും അവളുടെ ജ്യേഷ്ഠത്തിയും 2 കുട്ടികളും, അങ്ങനെ 4 പേരുണ്ടായിരുന്നു. ഇത് താമരശ്ശേരിയിൽ നിന്ന് ഓട്ടോറിക്ഷയും കാറുമായിട്ട് ഇടിച്ചതിൽ ആ അവസ്ഥയിൽ ഞങ്ങൾ പെട്ടെന്ന് ബേബിയിലേക്ക് എടുത്തു പോയി. ബേബി ചെന്നു. അതിപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊന്നും കിട്ടിയിട്ടില്ല. പിന്നീട് തുടർന്നുള്ള ആംബുലൻസിലേക്ക് ഇതാക്കി. ആംബുലൻസിൽ വന്നു. ബീച്ച് ഹോസ്പിറ്റലിലേക്കൊന്നും എത്തൂല. ഈ ഫൈഹ ബീച്ച് ഹോസ്പിറ്റലിലേക്കൊന്നും എത്തൂല. ഈ കാലിൻ്റെ തുടയിൽ പൊട്ടിയിട്ടുണ്ട്. മകളത് 2 പൊട്ടിയിട്ടുണ്ട്. ഈ മകളുടെ അമ്മയുടെ 1 പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി അന്നൊരു 3.5 ലക്ഷം ഉറുപ്പ്യ വേണമെന്ന് അപ്പോൾ ബേബിന്ന് ഞങ്ങൾ പറഞ്ഞത്.
തീർച്ചയായും ഈ വിഷയത്തെ സംബന്ധിച്ചും മന്ത്രി സൂചിപ്പിച്ചു, ഇത്തരത്തിലൊരു ആരോപണം എത്തി, അത് കൃത്യമായി അന്വേഷിക്കും. അത്തരം നടപടികളുമായി മുമ്പോട്ട് പോകാനാകില്ല, കാരണം അതിൻ്റെ വസ്തുത അന്വേഷിച്ച് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറയുകയും ചെയ്തു. അല്ലേ ലതീഷ്? അജിംഷാദ്, ഇതൊരു ഗുരുതരമായ വിഷയം തന്നെയായിരുന്നു. കാരണം 34 പേരെയാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയത്, വിവിധ ആശുപത്രികളിലേക്കാണ് മാറ്റിയത്. അതിൽ ഒരു ആശുപത്രിയാണ് ഇത്തരത്തിലൊരു സമീപനം എടുത്തതെന്നാണ് തന്നെ വ്യക്തമാക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആരോഗ്യമന്ത്രി പറഞ്ഞത് സ്വകാര്യ ആശുപത്രിയുമായി സംസാരിക്കും, അത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കും. ആർക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ല, അങ്ങനെ ഒരു നടപടി ഉണ്ടാകില്ല. ചികിത്സ നിഷേധിച്ചാൽ സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ ഇടപെടും എന്നുള്ള കർശനമായ ഒരു നിലപാട് ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആളുകളെ നിർബന്ധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ആ ഘട്ടത്തിൽ തന്നെ ആളുകൾ അവർക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ കൂടുതൽ ചികിത്സ സ്വകാര്യ ആശുപത്രിയിലായിരിക്കും ലഭ്യമാവുക എന്നുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പോയതാണ് എന്നാണ് അവരുടെ ധാരണയിൽ പോയതാണ്. തീർച്ചയായും അങ്ങനെ പോയവർക്ക് പോലും ഇത്തരത്തിൽ സമീപനം സ്വകാര്യ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ അതും പരിശോധിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്തായാലും നമുക്ക് തിരിച്ചെത്താം സമഗ്ര വിവരങ്ങളിലേക്ക് കൂടുതൽ ഒരിടവേളയ്ക്ക് ശേഷം. തീർച്ചയായും കോഴിക്കോട് ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഡൽഹിയിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ്, മന്ത്രി AK ശശീന്ദ്രൻ, മന്ത്രി PA മുഹമ്മദ് റിയാസ് ഒക്കെയും അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തി. മാത്രമല്ല ആരോഗ്യമന്ത്രി പറഞ്ഞത് സമഗ്രമായ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകും. മാത്രമല്ല ഈ പുക ശ്വസിച്ചല്ല മരിച്ചത് ഈ 4 മരണങ്ങൾ എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അത് സ്ഥിരീകരിക്കാനായി, ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാനായി പോസ്റ്റ്മോർട്ടവും നടത്തുന്നുണ്ട്. അത് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം എത്തിയതിനു ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണമാകൂ. എന്തായിരുന്നാലും സമഗ്ര അന്വേഷണത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് അറിയുന്നതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ലതീഷും ചേതനും വിവിധ ഇടങ്ങളിൽ നിന്നും നമുക്ക് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കെ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നതിൽ കെ സുധാകരന് അതൃപ്തി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റേണ്ടത് ഹൈക്കമാൻഡാണെന്നും മാറേണ്ടത് താനല്ലെന്നും കെ സുധാകരൻ പറയുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നതിൽ കെ സുധാകരന് അതൃപ്തി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റേണ്ടത് ഹൈക്കമാൻഡാണെന്നും മാറേണ്ടത് താനല്ലെന്നും കെ സുധാകരൻ പറയുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ അംഗീകരിക്കും. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനോട് ചോദിക്കാനും സുധാകരൻ പറയുന്നു. മാറ്റാതെ മറ്റു പേര് നിർദ്ദേശിക്കുന്നത് എന്തിനെന്നും സുധാകരൻ ചോദിക്കുന്നുണ്ട്. അതായത് കെ സുധാകരനെ മാറ്റാൻ അണിയറയിൽ നീക്കം സജീവമാകുന്നു. പക്ഷേ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുകയും അത് ഹൈക്കമാൻഡിനോടടക്കം അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു എന്നാണ്. ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തുന്നു. പല വിധത്തിലുമുള്ള സമ്മർദ്ദങ്ങൾ ആ തലത്തിൽ രൂപപ്പെട്ടു. അത് കെ സുധാകരനോട്, അതായത് പുതിയ നിലമ്പൂർ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പുതിയ നേതൃത്വവുമായി മത്സരിക്കണം എന്നൊക്കെയാണ് ചില കോണുകൾ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യങ്ങളൊക്കെ കെ സുധാകരൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ കെ സുധാകരൻ പൊട്ടിത്തെറിച്ച് അതിനോട് സഹകരിക്കാത്തൊരു നിലപാടാണ് ഉള്ളിൽ സ്വീകരിച്ചത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സൂചിപ്പിച്ചത്. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കാണാം. ആദ്യം കഴിഞ്ഞ ദിവസം കെ സുധാകരനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചാണ് ഹൈക്കമാൻഡ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയത്. സുധാകരനെ അനുനയിപ്പിച്ച് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. എന്നാൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തോട് കെ സുധാകരന് കടുത്ത അതൃപ്തിയാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് പറഞ്ഞ സുധാകരൻ അങ്ങനെ മാറ്റുന്നെങ്കിൽ ചെയ്യേണ്ടത് ഹൈക്കമാൻഡെന്നും മാറുന്നതിൽ താനല്ല തീരുമാനം എടുക്കേണ്ടതെന്നുമാണ് പറയുന്നത്. നിലവിൽ അത്തരം സാഹചര്യം ഇല്ലെന്നുമാണ് സുധാകരൻ്റെ വാദം. അതൊന്നും എൻ്റെ മുമ്പിൽ ചർച്ചയായിട്ടില്ല. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി. എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. ഞാനല്ല എന്നെ മാറ്റേണ്ടത്, അവരാണ്. എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ്. എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, അന്തിമ തീരുമാനം, അതെൻ്റെ തീരുമാനമാണ്. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാ. നിങ്ങൾക്ക് പിന്നെ 1 കിട്ടിയാൽ 10 ആക്കുമല്ലോ.
അങ്ങനെ ഒരു ചർച്ച, അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. അതേസമയം സണ്ണി ജോസഫിന്റെ പേര് നിർദ്ദേശിച്ചു എന്ന ചോദ്യത്തോട് ക്ഷുഭിതനായാണ് സുധാകരൻ പ്രതികരിച്ചത്. മാറ്റാതെ മറ്റു പേര് നിർദ്ദേശിക്കുന്നത് എന്തിനെന്നാണ് സുധാകരന്റെ ചോദ്യം. ഞാൻ ആരെ പേരും നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ? മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം? മാറ്റുന്നു എന്ന് പറയാതെയും തീരുമാനം എടുക്കാതെയും ആരെങ്കിലും പേര് നിർദ്ദേശിക്കുന്നെങ്കിൽ അത് തലക്കസുഖം കൊണ്ടല്ലേ? സണ്ണി ജോസഫിന്റെയും ആന്റോ ആന്റണിയുടെയും പേരുകളാണ് നിലവിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അതേസമയം സുധാകരന്റെ അനുയായിയായ സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടിത്തെറികളിലേക്ക് പോകുമെന്നും സുധാകരന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. തീർച്ചയായും കമലേഷ് ചക്കേക്കാട് ഈ വിഷയത്തിൽ വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, വളരെ വ്യക്തമാണ്. അതായത് ഒരു വിഭാഗം, നമുക്കറിയാം വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന് വലിയ അർത്ഥത്തിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ചെന്നിത്തലയടക്കം മുല്ലപ്പള്ളി അടക്കം എല്ലാവരും സുധാകരനൊപ്പം നിൽക്കുകയും വി ഡി സതീശനെതിരെ നിൽക്കുകയും ചെയ്തൊരു ഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുതിയ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ KPCC പ്രസിഡന്റുമായി വേണം ആ ഉപതെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ എന്ന കോൺഗ്രസിൻ്റെ തീരുമാനം. ഇതാണ് ഒരുപക്ഷേ സുധാകരനിലേക്ക് ഹൈക്കമാൻഡിൻ്റെ സമ്മർദ്ദം എത്തുന്നത്. പക്ഷേ ശക്തമായി ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് സുധാകരൻ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായ എതിർപ്പ് തനിക്കുണ്ട്, അത് ഹൈക്കമാൻഡിനോട് പോയി ചോദിച്ചാൽ മതി, അവർ പറയട്ടെ എന്നാണ് പറഞ്ഞത്. ആ വരികൾക്കിടയിൽ കൃത്യമായ പ്രതിഷേധമുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, മുഖം ഒക്കെ സൂചിപ്പിച്ചാൽ, അത് പ്രത്യേകമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്ന പല ഘടകങ്ങളുമുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ മാറ്റാൻ ആരും പറയാതെ എന്തിനാണ് ഒരു പുതിയ പേര് നിർദ്ദേശിക്കുന്നതാണ്. അതായത് ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനം ആരുടെയെങ്കിലും സമ്മർദ്ദത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ശക്തമായ എതിർപ്പുണ്ട്, താൻ മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡിനോടും കെ സുധാകരൻ നിന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിൽ പ്രതിഫലിച്ചതെല്ലാം. നേരത്തെ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പോഴത്തെ പ്രതികരണം. അജിംഷാദ്, ഈ വിഷയത്തിൽ കെ സുധാകരനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ ആ നിലയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് ആദ്യത്തെ വിഷയമല്ല. നേരത്തെയും സുധാകരനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിലവിലിപ്പോൾ സുധാകരനെ സംബന്ധിച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റേണ്ട സാഹചര്യമുണ്ട് എന്നതൊക്കെ വളരെ നാളുകളായി തുടർന്നു വരുന്ന ഒരു ചർച്ചയാണ്. ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ ആവശ്യത്തിന് വേണ്ടി ഇടപെടുന്നത്, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം നിലവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ വളരെ കടുത്ത ഒരു പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ. അതായത് രണ്ട് ചേരിയായി കോൺഗ്രസ് മാറി. നേരത്തെ തന്നെയുണ്ട്, പക്ഷേ ഇപ്പോഴത് വളരെ കടുത്ത നിലയിൽ രണ്ട് ചേരിയായി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ്. അത് ഒരു വിഭാഗം സുധാകരന് വേണ്ടി ഉറച്ചു നിൽക്കുകയും അതേസമയം മറുവിഭാഗം സുധാകരനെ മാറ്റണം എന്ന നിലയിലേക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രതിഷേധം വരുന്ന ഒരു നിലയിലേക്ക് കോൺഗ്രസിലെ സാഹചര്യം മാറുന്നു. അധ്യക്ഷ പദവിയെ ചൊല്ലി കോൺഗ്രസിൽ വീണ്ടും വലിയ പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം, ഇത് ആദ്യത്തെ വിഷയമല്ല. നേരത്തെയും സുധാകരനോട് ഈ അധ്യക്ഷ പദത്തിൽ നിന്നും മാറണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ സമയത്താണ്, നമുക്ക് ഓർമ്മയുണ്ട്, BJPയിലേക്ക് പോകാൻ തനിക്കാരുടെയും ചീട്ട് വേണ്ട എന്നതടക്കമുള്ള പ്രയോഗങ്ങൾ, ചില പ്രഖ്യാപനങ്ങൾ സുധാകരൻ്റെ ഭാഗത്തു നിന്നും വന്നത്. അതായത് തന്നെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുന്നുണ്ടെങ്കിൽ താൻ BJPയിലേക്ക് പോയേക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ. BJP അത്ര മോശം പാർട്ടിയൊന്നുമല്ല, അങ്ങനെ പോയാൽ പ്രശ്നമൊന്നുമില്ല, RSSൻ്റെ ശാഖയ്ക്കടക്കം നേരത്തെ താൻ കാവൽ നിന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിലാണ് സുധാകരൻ പറയുന്നത്. അതൊരു ഭീഷണി തന്നെയായിരുന്നു. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു ഭീഷണിയായി തന്നെയാണ് സുധാകരൻ ആ വിഷയം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുധാകരനോട് ഹൈക്കമാൻഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുകയും പിന്നീട് അതിൽ ചില ത്രിശങ്കു സ്വഭാവം രൂപപ്പെട്ടപ്പോൾ അത്തരത്തിൽ BJPയോട് വേണ്ടി വന്നാൽ പോകേണ്ടി വന്നാൽ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് കെ സുധാകരനെതിരായ സമ്മർദ്ദമുണ്ടായ ഘട്ടത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ഉണ്ടായ ഘട്ടത്തിൽ നമുക്കറിയാം, പരസ്യമായ വാർത്താ സമ്മേളനത്തിൽ പോലും രണ്ടുപേരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ പല വിധത്തിലുമുള്ള വാക്കുകളായി പുറത്തെത്തിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം. പക്ഷേ കെ സുധാകരന് വലിയ പിന്തുണ സീനിയർ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായിരുന്നു, ചെന്നിത്തല അടക്കമുള്ളവരുടെ ഭാഗത്തുണ്ടായിരുന്നു. കെ സുധാകരൻ വിജയിച്ച KPCC പ്രസിഡൻ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിനുണ്ടായ ചില നേട്ടങ്ങളെയൊക്കെ എടുത്തുകാട്ടി അവർ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ വി ഡി സതീശ പക്ഷം അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത്. ആ ഒരു നീക്കമാണ് ഇവിടെ ആർക്കാണ് മേൽക്കൈ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം,
ഇത് സുഗമമായി പോകില്ല. കെ സുധാകരനെ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഇത് വലിയൊരു സംഘർഷം ആഭ്യന്തരമായി കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധിയായി നിലനിൽക്കും എന്നതിൻ്റെ ഒടുവിലത്തെ സൂചനയാണ് ഇതിനെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ കാണേണ്ടത്, അല്ലേ കമലേഷ്? അജിംഷാ, തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ കെ സുധാകരനെ മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. അത് ഇന്നത്തെ സുധാകരൻ്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്കത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ തന്നെയും സുധാകരൻ്റെ ആവശ്യം എന്ന് പറയുന്നത് സുധാകര പക്ഷത്ത് നിൽക്കുന്ന സണ്ണി ജോസഫിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ ഒരു തരത്തിലും ആ ആവശ്യത്തെ അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് തയ്യാറാവില്ല എന്നുള്ളതാണ്. വളരെ നേരത്തെ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സണ്ണി ജോസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അങ്ങനെയല്ലെങ്കിൽ ആൻ്റോ ആൻ്റണിയാണ് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര്. പക്ഷേ അത് സുധാകരൻ അംഗീകരിക്കുകയും ചെയ്യില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു വിഷയം. നിലവിലെ സാഹചര്യത്തിൽ അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും ഈ മുതിർന്ന നേതാക്കളുടെയൊക്കെ പിന്തുണ കെ സുധാകരൻ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ വിഷയം വരുമ്പോഴും ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സുധാകരൻ നിലവിൽ മാറേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് സുധാകരൻ തുടരട്ടെ എന്ന ഒരു അഭിപ്രായം തന്നെയാണ് ചെന്നിത്തല അടക്കമുള്ളവർ പങ്കുവെക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുതിയ പേരുകൾ വരുമ്പോൾ നേരത്തെ കെ മുരളീധരനും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഒരു ഫോട്ടോ കണ്ടാൽ കോൺഗ്രസ്സുകാർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളായിരിക്കണം കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനായി വരേണ്ടത് എന്ന കാര്യമാണ്. താൻ എന്തായാലും കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുകയില്ല എന്ന കാര്യം കൂടി കെ മുരളീധരനും പറഞ്ഞു വെക്കുന്നു. ഏതായാലും വി ഡി സതീശനെ സംബന്ധിച്ച് പാർട്ടിയിലെ ഒരു നേതൃപദവി, അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടിയിലെ നേതൃപദവി, ഇതെല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കമാണ് നിലവിൽ വി ഡി സതീശൻ നടത്തുന്നത്. തീർച്ചയായും ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. കമലേഷ്, ശ്രീ എ സജീവൻ, നോക്കൂ, ഇവിടെ സുധാകരൻ ഒരു തരത്തിലും മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ സുധാകരനെ മാറ്റാതെ ഈ വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒന്നും അഭിമുഖീകരിക്കില്ല എന്ന പിടിവാശിയിലാണ് സതീശൻ. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് നിൽക്കുന്നത്. ഹൈക്കമാൻഡ് സ്വാഭാവികമായും അതിൻ്റെ ചില അനുനയ നീക്കങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ സുധാകരനിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നലത്തെ കാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച സുധാകരനുമായി അത് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുലുമായും കാർഗെയുമായും കൂടിക്കാഴ്ച നടത്തി. പക്ഷേ മാറാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അവരോട് ചോദിക്കൂ, ഹൈക്കമാൻഡിനോട് ചോദിക്കുന്നത്. അതായത് മാറില്ല എന്നാണ് അതിൻ്റെ രാഷ്ട്രീയ മൊഴിമാറ്റം. സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുക എന്നതിനർത്ഥം സതീശന് മുമ്പിൽ അടിയറവ് പറയുക എന്നുള്ളതാണ്. അത് കെ സുധാകരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിന്, കണ്ണൂരിലെ കോൺഗ്രസിന്റെ നേതാവിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്കറിയാം, സുധാകരനും സതീശനും ഈ സ്ഥാനത്തേക്ക് എത്തിയത് അതുവരെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെയൊക്കെ വെട്ടിയിട്ടാണ്. ഇപ്പൊ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാവുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് സതീശൻ പ്രതിപക്ഷ നേതാവാവുന്നത്. സുധാകരൻ മുല്ലപ്പള്ളിയെ മാറ്റിയിട്ട് അട്ടിമറിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും കൊണ്ടുവരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പാർട്ടിയെ ഗംഭീരമാക്കി കളയാമെന്നുള്ളൊരു ധാരണയിലായിരുന്നു ദേശീയ നേതൃത്വം ഉണ്ടായിരുന്നത്. അപ്പോൾ സുധാകരൻ അതിനനുസരിച്ചിട്ട് യൂണിറ്റ് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പ്രഖ്യാപിക്കുകയും അതോടുകൂടി കോൺഗ്രസ് ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ഈ രണ്ട് നേതാക്കളും തമ്മിൽ രഹസ്യമായിട്ടോ അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ടുള്ള എതിർപ്പൊക്കെ സ്വാഭാവികമാണ്. അത് രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ പലപ്പോഴും ഉണ്ടാവുന്നത്. പക്ഷേ പരസ്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഈ രണ്ട് നേതാക്കന്മാർ പെരുമാറിയിട്ടുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. പറയാൻ പറ്റാത്ത വാക്കുകൾ പോലും ഉണ്ട് പലപ്പോഴും. അതെ, അതാണ് പൊതുസദസ്സിൽ പോലും നമുക്ക്, ഞാനത് മനസ്സിൽ വന്നിട്ട് പറയാതിരുന്ന കാര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റുന്ന സുധാകരനെ പോലുള്ള ആളുകൾക്ക് തന്നെയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ സതീശനുമായിട്ട് ഒരു തരത്തിലും സന്ധി ചെയ്യില്ല, സതീശന് മുമ്പിൽ കീഴടങ്ങില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ് സുധാകരൻ. സതീശനാണെങ്കിൽ സുധാകരനെ വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ള നിലപാടിലാണ്. ഇവിടെയാണ് പ്രശ്നം. കോൺഗ്രസ് ഹൈക്കമാൻഡിന് കേരളത്തിൽ നിന്ന് മാത്രമല്ല മിക്ക സംസ്ഥാനങ്ങളിലും അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തെ, അവിടുത്തെ ഓരോ സംസ്ഥാനത്തെയും നേതാക്കന്മാരെ നിയന്ത്രിക്കാനുള്ള കെൽപ്പില്ല എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളും കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന അതായത് കാര്യമാണ്. അതായത് രണ്ട് നേതാക്കന്മാർ തമ്മിൽ അവർക്ക് രണ്ടുപേർക്കും വളരെ ഉന്നതമായിട്ടുള്ള രണ്ട് സ്ഥാനങ്ങളുണ്ട്. ഈ KC വേണുഗോപാലിന്റെ നിലപാട് ഇതിൽ നിർണായകമാകില്ലേ?
തീർച്ചയായും കെ.സി. വേണുഗോപാലിന് നിലപാട് നിർണായകമാകുക എന്ന് പറഞ്ഞാൽ പോലും കെ.സി. വേണുഗോപാൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ പ്രാവർത്തികമാകുമെന്നുള്ള കാര്യമുണ്ട്. കെ.സി. വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇത്രയോ കാലമായി. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയം അറിയാം, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളിൽ നിർണായകമായുള്ള തീരുമാനമെടുക്കാൻ കെ.സി. വേണുഗോപാലിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ഇവിടെയുള്ള പാർട്ടിക്കകത്ത് കാര്യമായിട്ട് പിടിയില്ല. ഇപ്പോഴും പഴയ ഐയും എയും ശക്തമായിട്ടുണ്ട്. അതിനപ്പുറത്താണ് സതീശന്റെയും സുധാകരന്റെയും ഒക്കെ പിടിമുറുക്കം. ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പോഴും എ ഗ്രൂപ്പിന് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ഗ്രാസ് റൂട്ട് ലെവലിൽ എ ഗ്രൂപ്പ് വളരെ ശക്തമാണ്. അപ്പൊ എ കെ ആന്റണി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊന്നുമില്ല. ഉമ്മൻചാണ്ടി ആയിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി പോയി കഴിഞ്ഞതിന് ശേഷം ഈ മറ്റു പല നേതാക്കന്മാരും അപ്പുറത്തേക്ക്, നമുക്കറിയാം തിരുവഞ്ചൂരിന്റെ ഒക്കെ നിലപാട് നമുക്ക് അറിയാവുന്ന, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ചാഞ്ചാടി കളിച്ചെങ്കിൽ പോലും എ എന്ന് പറയുന്ന ഒരു ശക്തി അതവിടെ ഉണ്ട്. അതിനിടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് സുധാകരനെ ഒറ്റയടിക്ക് മാറ്റി, അപ്പൊ കെ.സി. വേണുഗോപാൽ താല്പര്യപ്പെട്ടുകൊണ്ട് സുധാകരനെ മാറ്റാൻ ശ്രമിച്ചാലും കെ.സി. വേണുഗോപാൽ താല്പര്യപ്പെട്ടുകൊണ്ട് സുധാകരനെ മാറ്റാതിരിക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസിനകത്ത് കേരളത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എളുപ്പമല്ല. അത് പരിഹരിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അത്രയും ശക്തമായിരിക്കണം. അത്രയും ശക്തമല്ല കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്നുള്ള കാര്യം നമുക്കറിയാം. അവർക്ക് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു പുറത്തിടും എന്ന് പറയാനുള്ള ശക്തി, അത് സുധാകരനോടാണെങ്കിലും സതീശനോടാണെങ്കിലും അങ്ങനെ പറയാനുള്ള ശക്തിയും ആർജവവും ഒന്നും നമ്മുടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന നേതൃത്വത്തിനില്ല. കാരണം അവർക്ക് ഇവിടെ മാത്രം, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ അത്രയൊന്നും വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ഥലമാണെന്ന് വെക്കാം. മറ്റു പല സ്ഥലങ്ങളിലും അതല്ല. ദേശീയ നേതൃത്വം പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് മറ്റ് സംസ്ഥാന നേതൃത്വം പോവുക. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ ഇപ്പോ ഇങ്ങനെയൊക്കെ വന്നിട്ട്, ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മല്ലികാർജുൻ ഖാർഗെയും കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് പോയിട്ട് ഇതിങ്ങനെ തഴുകി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ള നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. മുമ്പൊക്കെ ഉള്ള ഒരു ശരീരഭാഷയും പ്രതികരണവും ഇങ്ങനെ മാറ്റാൻ പോകുന്നു അല്ലെങ്കിൽ മാറ്റുന്നു എന്ന വാർത്തകൾ വരുമ്പോഴൊക്കെ അത് ചില കോണുകൾ പടച്ച് നൽകുന്നതാണ് എന്നായിരുന്നു സുധാകരൻ പറയുന്നത്. പക്ഷേ ഇത്തവണ അത്തരം വാക്കുകൾ, പരാമർശങ്ങൾ അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിൽ നിന്നുണ്ടാക്കിയാൽ, അതുണ്ടായാൽ അത് പരസ്യമായി ഹൈക്കമാൻഡിന് വിധേയമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം വരികൾക്കിടയിൽ പറയുന്നു അവരോട് പോയി ചോദിക്കൂ എന്നതടക്കം അദ്ദേഹം പറയുന്നതിലെ സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ഭാവം, ഇന്നത്തെ പ്രതികരണത്തെ എങ്ങനെയാണ് മറ്റു പ്രതികരണങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി താങ്കൾ കാണുന്നത് ശ്രീ സജീവൻ? അവരോട് പോയി ചോദിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് മാറാൻ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും തസ്തിക കൊടുത്തുകൊണ്ടോ ഒക്കെ അദ്ദേഹത്തിന് അന്വയിപ്പിച്ചുകൊണ്ട് മാറ്റാനുള്ള ശ്രമം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കെ.സി. വേണുഗോപാലൊക്കെ നടത്തിയിട്ടുണ്ടാകും. പക്ഷെ അതിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ തനിക്ക് രാഷ്ട്രീയ ഭാവി ഉണ്ടാവില്ല, അതോടുകൂടി അതിന് രാഷ്ട്രീയ അന്ത്യമാകും എന്ന് പൂർവ്വകാല സൂര്യകളുടെ അനുഭവത്തിൽ നിന്ന്, ഞാൻ ആദ്യം പഴയ കോൺഗ്രസിന്റെ ചരിത്രമൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന് തൊട്ടു മുമ്പുള്ള മുല്ലപ്പള്ളി നമുക്കറിയാലോ, കേന്ദ്രമന്ത്രിയായിരുന്നു, KPC പ്രസിഡന്റായി. ഇപ്പോഴെന്താണ് മുല്ലപ്പള്ളിയുടെ അവസ്ഥ? പക്ഷേ ഈ കോൺഫ്ലിക്റ്റുകൾ എല്ലാ പാർട്ടിയിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വളരെ അനാരോഗ്യമായി നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലേ? ഒരു ചെറിയ ഉദാഹരണം, താങ്കൾ നേരത്തെ പറഞ്ഞു, അത് വാർത്താ സമ്മേളനത്തിനിടയിലുള്ള തെറിവാക്കുകൾ അത് അവിടെ മാറ്റിവെക്കൂ, പെട്ടെന്നുള്ള ഒരു ഇൻവോൾണ്ടറിയായ പ്രതികരണമാണെന്ന് പറയാം, അത് ശരിയല്ലെങ്കിൽ പോലും. പക്ഷേ രണ്ട് പേർ, വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഇംഗ്ലീഷിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ കൂടിയിരിക്കുന്ന മുതിർന്നൊരു നേതാവാണ് കെ സുധാകരൻ, അദ്ദേഹം വി ഡി സതീശനോട് അതിന് മറുപടി പറയാൻ സഹായം തേടുമ്പോൾ ആ ഒരു ചെറിയ മനസ്സിൽ വി ഡി സതീശൻ പറയുകയാണെങ്കിൽ എന്നോടല്ല താങ്കളോടാണ്, താങ്കൾ അങ്ങ് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. അതായത് ഇവർ തമ്മിലുള്ള ഒരു പാക്കേജ് എന്ന് പറയുന്നത് വളരെ അനാരോഗ്യമാണ്. ആ അസ്വാരസ്യത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏത് തലങ്ങളിലും ഇവർ പോകും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരിയല്ലേ അത്? തീർച്ചയായിട്ടും അത് താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം തെറിവാക്കങ്ങൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അടുത്തിരുന്ന് അവമതിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. അടുത്തിരുന്ന് കൊണ്ട് ഒരാളെ അവഹേളിക്കുക എന്ന് പറയുന്ന അത് ശക്തമായ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞു, രണ്ടാം പിണറായി സർക്കാർ കഴിഞ്ഞു, ഇനിയിപ്പോ മൂന്നിന്റെ ലക്ഷണവും കാണുന്നു. അതെ, മൂന്നിന്റെ ലക്ഷണം കാണുക എന്നുള്ള സാധാരണ LDF
പറയുന്നതിനപ്പുറത്ത് അതെ അതെ ഞാൻ തന്നെ പലപ്പോഴും പല കോൺഗ്രസ്സുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉറപ്പാണില്ല അടുത്ത പ്രാവശ്യം പിണറായി തന്നെ വരും അല്ലേ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് അവർ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ആശങ്ക, സാധാരണ അവർ അങ്ങനെ സംഭവിക്കുമെന്ന് വന്നാൽ പോലും അവർ പറയില്ല. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്നതിന്റെ അർത്ഥം ഇവർക്കിടയിലുള്ള ഈ പ്രശ്നം, കാരണം ഇവർക്ക് ഇത് ഈ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല. സാധാരണ രക്ഷിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കൂടി ചേർന്നിട്ടാണല്ലോ രക്ഷിക്കേണ്ടത്. ഈ ചേരാത്ത മോരും മുതിരയും പോലെ പരസ്പരം ചേരാതെ പോകുന്ന രണ്ട് നേതാക്കന്മാരുണ്ടായിരിക്കെ അത് ഭരണം ഒരിക്കൽ പോലും ഈ അടുത്ത കാലത്ത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായിട്ടൊരു ബോധം LDF-കാർക്കിടയിലല്ല, BJP-കാർക്കിടയിലല്ല, കോൺഗ്രസുകാർക്കിടയിൽ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ UDF-ന്റെ പ്രവർത്തകർക്കിടയിൽ, നേതാക്കന്മാരെന്ത് പറഞ്ഞാലും പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമായി. നമ്മൾ ആളുകൾക്കിടയിൽ സംസാരിക്കുന്നതാണല്ലോ. എന്നോട് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, മൂന്നാം പിണറായി വരാനുള്ള സാധ്യതയുണ്ടല്ലേ. അതിനൊക്കെ ഞാൻ ചോദിച്ചാൽ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പറയുന്ന കാര്യം ഇതാണ്, ഇവരിങ്ങനെ പോയാൽ പിന്നെ എങ്ങനെയാ ഭരണം കിട്ടുക? ഇവരിങ്ങനെ പോയാൽ എങ്ങനെയാ ഭരണം കിട്ടുക എന്ന് പറയുന്നത് അനുയായികളാണ്. അത് നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും, അതാണ് അവരുടെ ഈ നമ്മള് UDF-നോടുള്ള ഒരു പ്രത്യേക വിരോധം കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനോട് വിരോധം കൊണ്ടോ പറയുന്നല്ലോ, ഇവർക്കിത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ സങ്കടകരമായ കാര്യമാണ്. UDF-ഓട് തകർന്നിട്ട് BJP രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി വരും. അത് മനസ്സിലാക്കിയെടുക്കാൻ ഈ VD സതീശനോ സുധാകരനോ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ ഏറ്റവും ഉന്നതമായ പദവിയുള്ള ആളുകൾക്ക് ഇനി അതേപോലെ തുടർന്നിട്ട് ഇനി അങ്ങോട്ട് വെച്ചുമാറ്റം നടത്തിയാൽ പോലും അവര് താഴോട്ട് പോവല്ലോ. പക്ഷെ ഒരാളെ തകർക്കണം, അടുത്തിരുന്നു കൊണ്ട് മറ്റവന്റെ കഴുത്ത് വെട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളിക്കുന്ന രൂപത്തിൽ സുധാകരൻ പറയുന്നത്. അത് ഹൈക്കമാൻഡിനോട് ചോദിച്ചു, കാരണം അവർക്ക് ഇതിനൊന്ന് ധൈര്യം. സുധാകരൻ പറയുന്നതിന്റെ അർത്ഥം അവര് മറുപടി പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം, അവർക്ക് എന്നെ ഇവിടെ പുറത്താക്കാനുള്ള ധൈര്യമില്ല എന്നാണ് ആ വാക്കുകളുടെ അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സമഗ്രമാണ്. ശ്രീ ജേക്കബ് ജോർജ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒക്കെ സുധാകരനെ വെച്ച് നടക്കില്ല എന്ന സതീശൻ്റെ വാദം, പക്ഷേ മാറില്ല മാറ്റിയാലും എന്ന നിലപാടിൽ കെ സുധാകരനുള്ള പിന്തുണയാണ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ നൽകുന്നത്. വലതുകാല് വെച്ചാലും ഇടതുകാല് വെച്ച് കയറിയാലും അടിയെന്ന് പറയുന്നത് പോലെയാണ്. എന്താണ് ഈ പുതിയ സംഭവവികാസങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? ചുരുക്കി. കെ സുധാകരനെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഒരാളെ വെക്കുന്ന കാര്യത്തെക്കുറിച്ച് ഹൈക്കമാൻഡിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ അറിവ്. ആന്റണിയാണോ അതോ സണ്ണി ജോസഫ്? ആന്റണിയാണോ സണ്ണി ജോസഫിനാണോ സാധ്യത? രണ്ടിലൊരാളാണെന്ന് ഞാൻ പറഞ്ഞാലോ? രണ്ടിലൊരാളാ എന്റെ അറിവിൽ. പക്ഷേ സണ്ണി ജോസഫ് ആണോ കെ സുധാകരന് പ്രിയപ്പെട്ടത്? കെ സുധാകരന്റെ അല്ല, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അപ്പോൾ സുധാകരൻ സമ്മതിക്കില്ല. കാരണം സുധാകരൻ ഈ സ്ഥാനം വേണം, ഈ സ്ഥാനം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ചിലരുണ്ട് താനും. അത് കാര്യം വേറെ, രാഷ്ട്രീയം വേറെ. പക്ഷേ VD സതീശന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് സതീശന്റെ നിയന്ത്രണത്തിലെന്നോ ചെൽപ്പിടിക്കുന്നോ ഞാൻ പറയുന്നില്ല. സതീശനോട് യോജിപ്പുള്ള ഒരു KPCC പ്രസിഡന്റ് വേണം. അടുത്ത നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ സംഘടനാ തലത്തിൽ ശക്തമായിട്ട് ഒരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഇഫക്റ്റീവായിട്ടുള്ളൊരു നേതാവ് വേണം. അത് ആ നേതാവ് VD സതീശനുമായിട്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ട് യോജിപ്പിൽ പോകുന്നയാളാവണം. അങ്ങനെ ഒരു ലൈൻ തന്നെയാണ് ഹൈക്കമാൻഡും എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മുമ്പോട്ട് പോയാൽ അത് ക്ലാഷും കോൺഫ്ലിക്റ്റും ഒക്കെ ആവില്ലേ? ഹൈക്കമാൻഡ് ശരിക്കും ഒന്ന് വിരലമർത്തിയാൽ സംഗതി തീരില്ലേ? എന്തൊക്കെയാണെങ്കിലും ആ നീക്കത്തിന്റെ പിന്നിൽ ഉള്ള ഒരു തീരുമാനം ഇതാണ്. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു ലൈൻ എടുത്തിരിക്കുന്നു. ഈ പ്രസിഡന്റ് സുധാകരനെ വെച്ചുകൊണ്ട് ഇനി അധികം കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആന്റണിക്കാണ് സണ്ണി ജോസഫിനേക്കാൾ സാധ്യത അല്ലേ?
അങ്ങനെ കാണാമോ? ആന്റോ ആന്റണിക്ക് സാധ്യതയുണ്ട്, സണ്ണി ജോസഫ് സാധ്യതയുണ്ട്. പക്ഷെ ആന്റോ ആന്റണിക്കായിരിക്കും കുറച്ചും കൂടെ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായും അത് ഏറെക്കുറെ സെറ്റ് ആയിട്ടുണ്ട്. മിക്കവാറും അത് പലക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും അറിയാവുന്ന കാര്യമാണത്. അതെ. അപ്പോൾ സ്വാഭാവികമായപ്പോൾ സുധാകരന്റെ ഈ ഇടയിൽ ഒരു പക്ഷേ അനുനയിപ്പിക്കാനാകുമോ ഹൈക്കമാൻഡ്? തൽക്കാലത്ത് പകരം എന്തെങ്കിലും കിട്ടുമോ? അദ്ദേഹം ഇപ്പൊ തന്നെ ഒരു MP ആണ്, എന്ത് കിട്ടാനാ? ഏതായാലും അദ്ദേഹത്തിന് വലിയ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതൊന്നും അത്ര പെട്ടെന്ന് നടക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇതിനെ എതിർക്കുന്ന മറു എലമെന്റുകൾ തെരഞ്ഞെടുപ്പിലൊക്കെ പരമാവധി അവരുടെ സ്റ്റാൻഡ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. അതൊരു പക്ഷേ കോൺഗ്രസിന് നഷ്ടം ചെയ്യും അല്ലേ? അതെ, കോൺഗ്രസിനകത്ത് എപ്പോഴും ഇതുപോലെയുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുള്ളതാണ്. അത് കുറച്ചുകൂടി ഉണ്ടാവും. പക്ഷെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രസിഡന്റിനോട് എല്ലാവരും യോജിച്ചു പോകാനാണ് സാധ്യത. കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു സംസ്കാരമാണ് ഉള്ളത്. തീർച്ചയായും. എന്തായിരുന്നാലും ശ്രീ ജേക്കബ് ജോർജ്, എന്തായിരുന്നാലും KPCC അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ സുധാകരന് അതൃപ്തിയാണ്, അത് സഹകരിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം സുധാകരൻ നൽകുന്നു. പക്ഷേ സുധാകരനെ മാറ്റാനുള്ള നീക്കം അണിയറയിൽ ശക്തമായി നടക്കുന്നു. ഈ സംഘർഷത്തിൽ, ഈ ശാക്തിക ബലാബലത്തിൽ മറ്റ് നേതാക്കന്മാർ ആർക്കൊപ്പം നിൽക്കും, ഏതൊക്കെയായിരിക്കും VD സതീശൻ്റെ അപ്രമാദിത്വത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും അവിടെ നീങ്ങുക? സുധാകരനെ മാറ്റിയാൽ അത് VD സതീശൻ്റെ വിജയമായി മറ്റ് നേതാക്കന്മാർ കണ്ടാൽ അത് വലിയ ക്ലാഷിലേക്ക് പോകും. അങ്ങനെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കാണ് ഈ സംഭവവികാസങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. അതാണ് മാധ്യമ പ്രവർത്തകരുടെ നിരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു വിഷയത്തിലേക്കാണ് ഈവനിംഗ് ഡിബേറ്റ് പോകുന്നത്. ഹെഡ്ഗേവാറിനെ പിന്തുണച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ആദരിക്കേണ്ട വ്യക്തിത്വമാണ് ഹെഡ്ഗേവാർ അത്രേ. തെറ്റായ ആഖ്യാനങ്ങളാണ് ഹെഡ്ഗേവാറിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് എന്നും ആർലേക്കർ പറയുന്നു. അത് നേരത്തെയും അദ്ദേഹം പറഞ്ഞ നിലപാട് ആവർത്തിക്കുകയാണ്. പഹൽഗാമിൽ നടന്നത് മതം നോക്കിയുള്ള ആക്രമണമാണെന്നും ഗവർണർ പറഞ്ഞു. ഗവർണറുടെ വാക്ക്. What narrative we have to have now? Dr. Hedgewar's legacy, Param Pujaniya Dr. Ji, then Param Pujaniya Guruji's legacy is our narrative that we have to set today. Now today's narratives are very different. Today's narratives, those who have come before our country, they have already occupied our mental state. Now, just now we have seen what has happened in Pahalgam, in Kashmir. What is it? The global narrative, global preaching is only for the Sanatanis, not for other people. What are you? What is your religion? What is your dharma? And then you are shoot out. This is the narrative being said throughout the world. And this is not only Pakistan is related to this. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ വള്ളിക്കാട്, അതായത് ഒരു ഗവർണർ ആണ് ഭീകരാക്രമണത്തെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്നതിൽ ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ കേശവ ഹെഡ്ഗേവാറിനെ സംബന്ധിച്ച്, ഗുരുജി ഗോൾവാർക്കറിനെ സംബന്ധിച്ചൊക്കെ ഒരു RSS വേർഷനിലാണ് ഗവർണർ എന്ന ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആൾ പറയുന്നത്. അപ്പോൾ അത് നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാടുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു വലിയ വിവാദം, നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിൻ്റെ പേരിടുക എന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം കത്തി നിൽക്കുന്ന ഒരു ഘട്ടവും കൂടിയുണ്ട്. സച്ചിൻ വള്ളിക്കാട്. ഇന്ന് പാലക്കാട് ഒരു സ്മാരക ട്രസ്റ്റിന്റെ പുരസ്കാര വിതരണ ചടങ്ങിൽ വെച്ചാണ് ഗവർണർ ഇത്തരത്തിലൊരു പ്രസ്താവന ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ പാലക്കാട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ചതാണ്. ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ പാലക്കാട് സാക്ഷ്യം വഹിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഗവർണർ തന്നെ ഇത്തരമൊരു പ്രസ്താവനയുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്താവന ഗവർണർ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം RSS നേതാക്കളെ പുലർത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അതിൽ KB ഹെഡ്ഗേവാർ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്ന കൃത്യമായ ഒരു ശരി 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 സച്ചിൻ വള്ളിക്കാട് ആണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ. മറ്റൊരു വിഷയത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്.
സിനിമാ മേഖലയിലുള്ള ഒരു പുതിയ തർക്കം. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന വിവാദമാവുകയാണ്. മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. പക്ഷേ ഇതിനെതിരെ സാന്ദ്ര തോമസ് രംഗത്തെത്തുകയാണ്. നിർമ്മാതാവിനെ ഈ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നതാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് പറയുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫനുമായി ബന്ധപ്പെട്ട വിവാദം, അതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അർച്ചന ചേരുന്നു. അർച്ചന, പല നടന്മാരുടെയും പേരുകൾ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒന്ന് അത്, രണ്ടാമത്തെ കാര്യം ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യവുമായി സാന്ദ്ര തോമസ് രംഗത്തെത്തുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തിലെ ചുരുക്കി വിവരങ്ങൾ? അജിംഷാദ്, മലയാള സിനിമയിൽ പുതിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന വഴി തുറന്നിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഒരു നടൻ ഇത്തരത്തിൽ വലിയൊരു പ്രശ്നത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്, ഒരു വലിയ തെറ്റിന് തിരികൊളുത്തി എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കിടെ, അതായത് സിനിമാ പ്രൊമോഷനിടെ പറഞ്ഞത്. അതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. നടന്മാരാകെ സംശയത്തിന്റെ നേരിൽ നിർത്തുന്ന പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായും പറയുന്നത്, ഇത്തരത്തിൽ പേര് വെളിപ്പെടുത്താതെ ഒരു നടനെ കുറിച്ച് പൊതുവേദിയിൽ പറയുമ്പോൾ അത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരെയും ബാധിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് സംഘടനാ തലത്തിൽ ചട്ടവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നടപടിയെടുക്കണം. ഇത്തരത്തിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അംഗത്വത്തിൽ നിന്ന് അയാളെ ഒഴിവാക്കണം നടക്കുന്ന കാര്യങ്ങളാണ് സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, നിർമ്മാതാക്കളടക്കം ഇതിൽ കൃത്യമായ ഒരു നിലപാടോ അല്ലെങ്കിൽ കാര്യങ്ങളോ വ്യക്തമാക്കിയിട്ടില്ല. ഇതുകൂടാതെ ലിസ്റ്റിന്റെ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാണ് ഇത്തരത്തിൽ ഈ നടനെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പല പേരുകളും ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ അതിലൊരു സൂചന മാത്രമാണ്. കാരണം ലിസ്റ്റിനോ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം പേരുകൾ നിലവിൽ പറയുന്നത് സൂചനകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ലിസ്റ്റിനോ അല്ലെങ്കിൽ ഈ പേര് ഇപ്പോൾ പറയുന്ന ആളോ ആണ്. അത്തരത്തിലൊരു വലിയ വിവാദങ്ങളിലേക്കാണ് എന്തായാലും ഈ സംഘടന പോകുന്നത്, ഒപ്പം സിനിമാ മേഖലയും പോകുന്നത്. സംഘടനയിൽ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. ജിംഷാദ്, ശരി. അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത്. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.